നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാസങ്ങളോളം വൈകുന്നുവെന്ന പരാതികൾ പരിഹരിക്കുന്നതിനായി ഗതാഗത കമ്മീഷണർ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പുതിയ സർക്കുലർ പ്രകാരം ആഴ്ചയിൽ 5 പ്രവൃത്തി ദിനങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകളും ലേണേഴ്സ് പരീക്ഷകളും നിർബന്ധമായും നടത്തിയിരിക്കണം. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിദിനം 50 ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തണമെന്നാണ് നിർദ്ദേശം. ഇതിൽ ലൈസൻസിന് പുതുതായി അപേക്ഷിച്ച 28 പേർക്കും പരാജയപ്പെട്ട് റീടെസ്റ്റിനെത്തുന്ന 20 പേർക്കും വിദേശികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും അടങ്ങുന്ന മറ്റു വിഭാഗക്കാർക്ക് ഈ 2 സ്ലോട്ടുകളും നീക്കിവെക്കണം. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാസങ്ങളോളം ടെസ്റ്റ് ലഭിക്കാത്തതിനാൽ ഉപരിപഠനത്തിനായി വിദേശത്തും മറ്റും പോകാൻ കഴിയാത്ത സാഹചര്യം ഉടലെടുത്ത പശ്ചാത്തലത്തിലാണ് ഈ നടപടി. മുൻപ് 60 ആയിരുന്ന പ്രതിദിന സ്ലോട്ടുകൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 40 കുറച്ചിരുന്നതാണ് ഇപ്പോൾ 50 ഉയർത്തിയിരിക്കുന്നത്. അപേക്ഷ സമർപ്പിച്ചാൽ 3 ദിവസത്തിനകം ലേണേഴ്സ് പരീക്ഷയ്ക്കും 30 ദിവസത്തിനകം ഡ്രൈവിംഗ് ടെസ്റ്റിനും അവസരമൊരുക്കണമെന്നും ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ 8-ാം ദിവസം തന്നെ റീടെസ്റ്റിന് സൗകര്യമുണ്ടാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതോടൊപ്പം ഇൻസ്പെക്ടർമാർക്ക് കോടതി ആവശ്യങ്ങൾക്കോ മറ്റോ പോകേണ്ടി വന്നാൽ പകരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും വാഹനങ്ങളുടെ റീടെസ്റ്റ് മറ്റുദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തടസ്സമില്ലാതെ നടത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർ തങ്ങളുടെ പരിധിയിലുള്ള RT, സബ് RT ഓഫീസുകളിൽ ഈ വിവരങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കനത്ത മഴ, വരൾച്ച, ശക്തമായ കാറ്റ്, അമിതമായ ചൂട് തുടങ്ങി പ്രതികൂല കാലാവസ്ഥ മൂലമുണ്ടാകുന്ന കൃഷിനാശത്തിൽ നിന്നും കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയുടെ 2026 ഖാരിഫ് സീസണിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ്. വിളനാശത്തിൽ നിന്നും സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കാൻ കാർഷിക വായ്പയെടുത്ത കർഷകർ ഉടൻ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് ഉറപ്പാക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് CSC കേന്ദ്രങ്ങൾ, അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അംഗീകൃത ബാങ്കിംഗ് സ്ഥാപനങ്ങൾ വഴി ഇന്ന് തന്നെ അപേക്ഷകൾ നൽകാവുന്നതാണ്. അതോടൊപ്പം തന്നെ PM കിസാൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കുന്നതിനായുള്ള ഇലക്ട്രോണിക് KYC മസ്റ്ററിംഗ് പുതുക്കൽ പ്രക്രിയ നടന്നുവരുന്നു. അർഹരായ കർഷകരിലേക്ക് തന്നെയാണ് ധനസഹായം എത്തുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നടത്തുന്ന ഈ വാർഷിക പുതുക്കലിനായി PM കിസാൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആധാർ കാർഡുമായി നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെന്ററുകളിലോ എത്തി ഉടൻ തന്നെ ഈ KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ഓണാഘോഷങ്ങളുടെ ഭാഗമായി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്ത വിതരണം ചെയ്യാൻ നടപടികൾ ആരംഭിച്ചു. ജീവനക്കാരുടെ ജനുവരിയിലെ 2% DAയും പെൻഷൻകാരുടെ തത്തുല്യമായ DR-ഉം ഓണം ബോണസിനും ഉത്സവ ബത്തയ്ക്കുമൊപ്പം അനുവദിക്കുന്നതാണ് പരിഗണനയിലുള്ളത്. ഇതുകൂടാതെ ഈ വർഷം ജനുവരി മുതലുള്ള 7 മാസത്തെ DA കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ പണമായി നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. 2ാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ ഇതുവരെ ക്ഷാമബത്തയ്ക്ക് മുൻകാല പ്രാബല്യം അനുവദിച്ചിരുന്നില്ല. 2019 നടപ്പിലാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം 2021 നടപ്പിലാക്കിയത്. അന്നുണ്ടായിരുന്ന 7% DA കുടിശ്ശിക ശമ്പള പരിഷ്കരണത്തോടൊപ്പം ലയിപ്പിക്കുകയായിരുന്നു. തുടർന്ന് 2025 ജൂലൈ വരെയുള്ള DA ഈ വർഷം ആരംഭത്തിൽ അനുവദിച്ചെങ്കിലും കുടിശ്ശിക വിതരണം ചെയ്തിരുന്നില്ല. നിലവിൽ 35% DA ലഭിക്കുന്ന ജീവനക്കാർക്ക് ജനുവരിയിലെ 2% കൂടി അനുവദിക്കുന്നതോടെ ക്ഷാമബത്ത 37% വർദ്ധിക്കും. DAയും DR-ഉം അനുവദിക്കുന്നതിലൂടെ ജീവനക്കാർക്കായി 54.20 കോടി രൂപയും പെൻഷൻകാർക്കായി 38 കോടി രൂപയും ഉൾപ്പെടെ പ്രതിമാസം 97 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത സർക്കാരിനുണ്ടാകും. ഓണത്തോടനുബന്ധിച്ച് 7 മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നതിന് 684 കോടിയോളം രൂപ സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാർ ഈ മാസ അവസാനത്തോടെ 3% ക്ഷാമബത്ത വർധനവ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ വർഷാവസാനത്തോടെ സംസ്ഥാന ജീവനക്കാരുടെ DA 40% ഉയരും. ശമ്പള പരിഷ്കരണം വൈകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ജീവനക്കാരുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ക്ഷാമബത്ത നിരക്കായിരിക്കും ഇത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും സപ്ലൈകോയും ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന വിവിധ വിഭവങ്ങളുടെ വലിയ നിരക്കുകൾ ആശ്വാസകരമായ ശൈലിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും പൂർണ്ണമായും സൗജന്യമായി ലഭിക്കുമ്പോൾ ഇവർക്ക് അനുവദിച്ചിട്ടുള്ള 3 പാക്കറ്റ് ആട്ടയ്ക്ക് പാക്കറ്റ് ഒന്നിന് കേവലം 7 രൂപ മാത്രമാണ് നിരക്ക് ഈടാക്കുന്നത്.
ഒപ്പം ഇവർക്കുള്ള 16 ഇനം ഓണക്കിറ്റും തികച്ചും സൗജന്യമാണ്. പിങ്ക് കാർഡുകാർക്ക് കാർഡിലെ ഓരോ അംഗത്തിനുമുള്ള 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമാണെങ്കിലും ഗോതമ്പിന് പകരം ആട്ട പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റിന് ₹1 വീതം നൽകേണ്ടതുണ്ട്. നീലക്കാർഡുകാർക്ക് പ്രതിമാസ വിഹിതമായ അരി കാർഡിലെ ഓരോ അംഗത്തിനും കിലോയ്ക്ക് ₹4 നിരക്കിലും, സ്പെഷ്യൽ അരി കിലോയ്ക്ക് ₹10.90 നിരക്കിലും, സ്പെഷ്യൽ ഗോതമ്പ് കിലോയ്ക്ക് ₹8.70 നിരക്കിലും വിതരണം ചെയ്യുമ്പോൾ വെള്ളക്കാർഡുകാർക്ക് സാധാരണ വിഹിതമായ 7 കിലോ അരി കിലോയ്ക്ക് ₹10.90 നിരക്കിലും, സ്പെഷ്യൽ ഗോതമ്പ് കിലോയ്ക്ക് ₹8.70 നിരക്കിലുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം നീല വെള്ളക്കാർഡുകാർക്ക് സ്റ്റോക്ക് അനുസരിച്ച് ലഭിക്കുന്ന ആട്ടയ്ക്ക് കിലോയ്ക്ക് ₹17 ഓഗസ്റ്റ് 10 മുതൽ വിതരണം ചെയ്യുന്ന 10 കിലോ ഓണം സ്പെഷ്യൽ അരിക്ക് കിലോയ്ക്ക് ₹26 വില വരുന്നത്. ബ്രൗൺ കാർഡുകാർക്ക് അരി കിലോയ്ക്ക് ₹10.90, ഗോതമ്പ് കിലോയ്ക്ക് ₹8.70, ആട്ട കിലോയ്ക്ക് ₹17 എന്നിങ്ങനെയാണ് നിരക്കുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. റേഷൻ കടകൾക്ക് പുറമെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി എല്ലാ കാർഡ് ഉടമകൾക്കും വാങ്ങാവുന്ന 20 കിലോ ഓണം സ്പെഷ്യൽ അരി കിലോയ്ക്ക് ₹26 നിരക്കിലും, സാധാരണ ലഭിക്കുന്ന 10 കിലോ അരി കിലോയ്ക്ക് ₹33 നിരക്കിലുമാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം വളരെ സജീവമായി പുരോഗമിക്കുകയും ഭൂരിഭാഗം ഗുണഭോക്താക്കളുടെയും കൈകളിൽ തുക നേരിട്ടെത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന ഓണക്കാലം പ്രമാണിച്ച് ഓഗസ്റ്റ് 15 ശേഷം 2 മാസത്തെ പെൻഷനായ ₹400 ഒന്നിച്ച് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഈ ഓഗസ്റ്റ് 26-നാണ് തിരുവോണം എന്നതിനാൽ ഉത്രാടപ്പാച്ചിലിന് മുൻപ് തന്നെ ഈ തുക എല്ലാവരിലേക്കും കൃത്യമായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കങ്ങൾ നടക്കുന്നത്. എന്നാൽ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ കൂടി മുൻകൂറായിട്ടാണ് ഇപ്പോൾ നൽകുന്നത് എന്നതിനാൽ അടുത്ത പെൻഷൻ ഗഡുവിനായി ഒക്ടോബർ അവസാന വാരം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യവും പെൻഷൻകാർ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇതിനൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ ബോർഡ് പെൻഷൻ വാങ്ങുന്നവർ അടുത്ത 2 മാസത്തിനുള്ളിൽ നിർബന്ധമായും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ടെങ്കിലും 2026-ൽ പുതിയതായി പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം പുറത്തിറങ്ങാൻ കഴിയാത്ത കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള പ്രത്യേക സൗകര്യം അടുത്ത മാസത്തോടെ ലഭ്യമാകുമെന്നതിനാൽ ഇവർ അക്ഷയ കേന്ദ്രങ്ങളിലോ അതത് വാർഡ് ജനപ്രതിനിധികളെയോ വിവരം അറിയിച്ചാൽ മതിയാകും. അതേസമയം നിശ്ചിത തീയതിയായ ജൂൺ 30-നകം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കാത്തവരുടെ പെൻഷൻ വിതരണം നിലവിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇവർ എത്രയും വേഗം തദ്ദേശ സ്ഥാപനങ്ങളിൽ സർട്ടിഫിക്കറ്റ് നൽകി ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്തേണ്ടതുണ്ടെങ്കിലും ഓഗസ്റ്റ് 20-ന് ശേഷമാണ് ഓണ പെൻഷൻ വിതരണം ഔദ്യോഗികമായി നടക്കുന്നത് എങ്കിൽ മാത്രമേ ഇവർക്ക് ഇത്തവണത്തെ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. 2026 ജൂലൈ 31 ഇന്ന് വെള്ളിയാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് ₹25 കൂടി 13,255 രൂപയും പവന് ₹200 കൂടി 1,06,040 വ്യാപാരം നടക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഫോളോ ചെയ്യുക.